ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഇവിടെയുള്ള വിദ്യാർത്ഥി വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന കമ്പാഷൻ ഒരു സെലിബ്രേഷനാണിത്. അതിൽ ഡാൻസും പാട്ടും മ്യൂസിക്കും ഭക്ഷണവും കഥകളും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് ആണ് ഈ കമ്പാഷനേറ്റ് കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്. കമ്പാഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത് കെയർ അല്ല. ഐ മീൻ കമ്പാഷൻ വിവിധ അലകളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാൻ ഒരു ടൂൾ മാത്രമാണ് പാലിക്കേർ. അതല്ല തന്നെ എല്ലാ ആളുകളുടെയും ഇതിൽ നിരന്തരം കമ്പാഷന്റെ ഒരു കൊടുക്കൽ വാങ്ങലുകളുടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ കമ്പാഷനേറ്റ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒട്ടനവധി ആളുകളെ കൂടെ കൊണ്ടുപോവേണ്ടി വരുന്ന മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയൊക്കെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അതിസങ്കീർണമായിട്ടുള്ള പല മേഖലകളും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത്തരം മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള കോഴിക്കോടുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ ഒരുപാട് ആവശ്യം പ്രത്യേകിച്ച് ഈ ലൊക്കാലിറ്റിയിലുള്ള കോഴിക്കോട് പ്രദേശത്തുള്ള ആളുകളാണ് ഓഡിയൻസിലും ഒരുപാട്. അപ്പൊ ഇവരെ ഈ മുഖങ്ങളൊക്കെ തന്നെ പരിചിതമാണ്. സ്നേഹിൽ കുമാർ സാർ എന്നൊക്കെ അറിയാം. ഇവിടെ അസിസ്റ്റന്റ് കളക്ടർ ആയത് മുതൽ കോഴിക്കോട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ആശ മാഡം നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആദ്യ സേവന രംഗത്ത് മെഡിക്കൽ കോളേജ് പോലെയൊക്കെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം നമ്മുടെ സംഭാഷണങ്ങളിൽ വരുന്ന ഒരു പേരാണ് ഇവിടെ ബീച്ച് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ബീച്ച് ഹോസ്പിറ്റൽ. അപ്പൊ അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആഷാടെ നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നാസർ ഡോക്ടർ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ഫൗണ്ടർ ഡയറക്ടർ ആയിട്ടുള്ള സുരേഷ് സാറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പല കഥകളും അറിയുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. UK-യിലാണ്, അവിടെ ICU-ലാണ്. അതിൽ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റല് 1,300ഓളം സ്റ്റാഫിനെ നയിക്കുന്ന ഒരു ആളുകൂടിയാണ്. അപ്പോ എന്താണ് മാനേജ്മെന്റ് രംഗത്ത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് കമ്പാഷന്റെ പ്രകടനം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കമ്പാഷനാണ് നമ്മളെയൊക്കെ ഇവിടെ ഒരുമിച്ചിരുത്തിയിട്ടുള്ളത്. കമ്പാഷൻ യഥാർത്ഥത്തിൽ ഒരു നല്ല മലയാളം വാക്ക് പോലും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് കരുണാർദ്രത എന്നാണ്. അപ്പൊ ആ കരുണാർദ്രത അതിനെക്കുറിച്ച് മാനേജ്മെന്റ് രംഗത്ത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് അവരതുമായി നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ, അതിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഞാൻ ആമുഖമായിട്ട് ഒരുപാട് നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഗസ്റ്റുകളിലേക്ക് പോവാം. നമുക്ക് ഒന്ന് സ്നീൽ സാറിന് തുടങ്ങാൻ തോന്നുന്നു. ഞാൻ വളരെ ഔപചാരികമായിട്ട് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഇങ്ങനെയും ചോദിച്ചു സാറിന്റെ അടുത്ത് തുടങ്ങുന്നില്ല. കാരണം ഈ മുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഇവിടുത്തെ വളണ്ടിയേഴ്സിനൊക്കെ അവർക്ക് ഒരു ഹൃത്തിനെ പോലെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് ഇപ്പൊ കളക്ടറായിട്ട് കോഴിക്കോട്ടേക്ക് തിരിച്ച് എത്തിക്കുകയാണ്. പക്ഷെ സാറിന് ഇതൊന്ന് ക്യൂരിയസിന്റെ ഭാഗമാവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഒരു അസിസ്റ്റന്റ് കളക്ടർ എന്നുള്ള നിലയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനോട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിയ ഒരാള് തിരിച്ച് കളക്ടറായി വന്ന് ക്യൂരിയസിന്റെ ഈ എണ്ണപ്പിട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കാലുവെച്ചപ്പോ തോന്നിയ ആദ്യത്തെ ചില മനോട് കടന്നുപോയ ചിന്തകൾ എന്ന് കേട്ട് വിഷയത്തിലേക്ക് കടന്നു. So thank you for having me first of all. നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർ ടൈമിലെ അവരുടെ ജേർണി എൻ്റെ കേരളയിലെ സ്റ്റാർട്ടായി. സോ നിങ്ങൾ ചോദിച്ചായിരുന്നു ദാറ്റ് ഫ്രം ദ ജേർണി ഫ്രം ബീങ് എൻ അസിസ്റ്റന്റ് കളക്ടർ ടു ഡിസ്ട്രിക്ട് കളക്ടർ എങ്ങനെയാണ്, പിന്നെ മൈ അസോസിയേഷൻ വിത്ത് IPM ആൻഡ് ക്യൂരിയോസ്.
So surprisingly, ആ സമയത്ത് 2017-18 ടൈമാണ് ഐ തിങ്ക് ആ ടൈമിൽ ക്യൂരിയോസ് ഒഫീഷ്യലി ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് വിസിറ്റ് ചെയ്തു IPM ആളിലേക്ക്. നമുക്ക് IPM പിന്നെ ബാക്കി ഡോക്ടർ സുരേഷും എല്ലാ ടീമിലെ ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. So as a government official, എൻ്റെ ഫസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കോഴിക്കോടിലെ ഇതാണ്. So this was my welcome, അല്ലേ, കോഴിക്കോട് കേരളയിലെ, ഇൻഫാക്ട് കേരളയിലെ ഫസ്റ്റ് വെൽക്കം എവിടെയാണ്? കോഴിക്കോടിലാണ്. കോഴിക്കോടിലെ അസിസ്റ്റന്റ് കളക്ടർ സമയത്ത് IPM വി ഹാഡ് എ ലോട്ട് ഓഫ് ഇൻട്രാക്ഷൻ. കാരണം ആ സമയത്ത് UV ജോസ് കളക്ടർ ഉണ്ടായിരുന്നു. അവിടെ he also had a very ഒരു warm heart towards the entire palliative care system, and IPM being one of the shining stars ആ ടൈമിൽ. So he also had an interaction. So I was also very positive, നമുക്ക് എങ്ങനെ പോവാം. And primarily I would like to congratulate the IPM team. Coming here, I'm feeling very proud. കാരണം ഈ ക്യൂരിയോസ് ഒരു സിമ്പിളാണ്. It is a symbol of what you guys are doing, what IPM is doing, and അതിൻ്റെ celebration ആണ്. So it fills my heart with joy seeing that over years it has grown bigger, it has grown better, and the beautiful part of this whole journey is the volunteerism that people get. കാരണം ഇത് ഗവൺമെന്റിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി that it is very complex. All social problems are very complex. ഇത് സിമ്പിൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൊല്യൂഷൻ ഏത് പ്രോബ്ലമിലും ഇല്ല ആക്ച്വലി. ഇത് വളരെ ഒരു മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡർ ആണ്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് അപ്രോച്ചസ് ആണ്, ആൻഡ് ദീസ് പ്രോബ്ലംസ് ക്യാൻ നെവർ ബി റിസോൾവ് ഓൺലി ബൈ സിറ്റിസൻസ് ഓർ ഓൺലി ബൈ ദി ഗവൺമെൻറ്. അതൊരു ഹാൻഡ് ഹോൾഡിംഗ് പോലെ ഒരു കോംപ്ലെക്സ് സൊല്യൂഷൻ ആണ്. സോ ഐ തിങ്ക് IPM is one of the few examples which tells us how we can collaborate. നമുക്ക് ഗവൺമെൻറ്റിലെ ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, civic society, volunteers, എങ്ങനെ അവർ കോർഡിനേറ്റ് ചെയ്തിട്ട് we can create something beautiful, create something useful for the society. And of course compassionate, we'll probably discuss it later on also, compassionate and palliative care specifically. I be surprised or not, I don't know, that Kerala has much more higher affinity and compassion towards this cause. ഇത് വളരെ യൂണീക്ക് ആണ്. If you talk to officials outside Kerala, our problem different ആണ്. I don't blame them. I'm not saying that നമ്മുടെ Kerala best ആണ് and there's nothing else. എല്ലാ സ്റ്റേറ്റിലെ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബീഹാറിലെ there will be different problems. അവിടെ പോവർട്ടിയിൽ ആക്ച്വലി അക്യൂട്ട് പോവർട്ടിയിൽ പ്രശ്നമുണ്ട്. എക്സ്ട്രീം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇസ് എ പ്രോബ്ലം there. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ബട്ട് വി ഹാവ് അതർ പ്രോബ്ലം ബിക്കോസ് നമ്മുടെ സൊസൈറ്റി കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് ഇറ്റ് കംസ് ഔട്ട് ഇൻ ഫ്രണ്ട്, ഇറ്റ് കംസ് വെരി ബ്ലേറ്റൻ്റ് ആണ്. So അതുകൊണ്ട് solutions like IPM, solution like any kind of palliative policies, any kind of rule, government order അതുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കൺസൾട്ടേറ്റീവിലേക്ക് വേണ്ടി വരും. അല്ലെങ്കിൽ this problem will never be resolved. So this would be my introductory remarks for your question, and I'm very thankful and very joyful being here with all of you. തീർച്ചയായിട്ടും നമ്മൾ റോട്ടി പപ്പടമാക്കാൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ പറഞ്ഞ പോലെ പല സ്ഥലത്തെയും ആ പ്രാഥമിക പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മാതൃക തീർച്ചയായിട്ടും പാലിയേറ്റീവ് കെയർ തന്നെയാണ്. എനിക്ക് ഒന്ന് ആശാ മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാം. മാഡം, ഈ 3 പേരുടെയും ഒരു പ്രത്യേകത, ഇവര് ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു എന്ന് മാത്രമല്ല, സ്നേഹിൽ സാറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും ഈ കോഴ്സുമായിട്ടും വളരെ 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 അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെയുള്ള സഹയാത്രികർ കൂടിയാണ് നമ്മുടെ ഈ പാനലിൽ ഇരിക്കുന്നത് എന്നുള്ളത് വലിയൊരു സന്തോഷം. അത് അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ വിളിക്കണം എന്നുള്ളതിൽ അങ്ങനെ വിളിച്ചതല്ല, അത് ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു പോയതാണ്. 3 പേര് ഇരിക്കുന്നത് അങ്ങനെ വന്നു പോയതാണ്. ആശാമേടൊക്കെ തന്നെ ഇവിടെ തന്നെ ഒരുപാട് പരിശീലനമൊക്കെ എടുത്തിട്ടുള്ളതാണ്. ആശാമേടത്തിന്റെ ഒരു പ്രത്യേകത, എപ്പോഴും ഒരു ചിരിച്ച മുഖത്തിൽ മാത്രമേ മേഡത്തിനെ കാണുള്ളൂ. പക്ഷേ മേഡത്തെ സംബന്ധിച്ചിടത്തോളം മേഡം കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗം എന്ന് പറയുന്നത് ഒരു ആശുപത്രിയാണ്. അത് തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾ ദിവസവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് വന്നെത്തുന്ന ഒരു വലിയ ആശുപത്രി, ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു ആശുപത്രിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഇത്രയും ചിരിച്ച് കാമായിട്ടിരിക്കാൻ പറ്റുന്ന പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് മാഡം ഇത്ര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ രഹസ്യം ഒന്ന് ക്യൂരിയോസിൽ വെളിപ്പെടുത്തിയാൽ കൊള്ളാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിക്കട്ടെ, നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം
നമ്മുടെ ആയിരക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കൂടി ലൈവായിട്ട് പോവാണ്. അപ്പം മേഡം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന സീക്രട്ട് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഒരുപക്ഷെ ലോകം മുഴുവനാണ് കേൾക്കുക. ആദ്യം തന്നെ നന്ദി പറയാണ്. ഈ വേദിയിലിരിക്കും സൈഫിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അതിന് മാത്രം എനിക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു. കാരണം സാറിന് എനിക്ക് നല്ല പരിചയമുണ്ട്. എൻ്റെ ആശുപത്രിൻ്റെ HDCയുടെ ചെയർമാൻ കൂടിയാണ് സാറ്, സ്നേഹിൽ സാറ്. പിന്നെ ചിരിക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, 30 ഫോൺ എടുത്ത് ഞാൻ ചിരിക്കുക ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത്? നമ്മൾ ചിരിക്കുമ്പം ഒരു സുഖമാണ് അവർക്കും കേൾക്കുന്ന എനിക്കും എന്നുള്ളത്. സ്ട്രെസ്സ് നല്ലോണം ഉണ്ടെങ്കിലും നമ്മളടുത്ത് ഒരാൾ ഒരു വേദന പറയാൻ വരുമ്പം അവരെ കേൾക്കുമ്പോൾ ഞങ്ങളും അവരെ പോലെ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ തോന്നില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പല കംപ്ലൈൻറ്റുകളും കേട്ടാൽ തീർക്കാൻ പറ്റുന്നതാണ്. സാറ് പറഞ്ഞ പോലെ ഒരു കോംപ്ലക്സ് ആണത്. ഒരിക്കലും ഞാൻ മാത്രം വിചാരിച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന പരാതികളൊന്നും തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ HDC ചെയർമാനായ സാറിൻ്റെ അടുത്ത് വിട്ടാലും പറ്റില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവർ പറയണത് കേൾക്കുക എന്നുള്ളതാണ്. പലപ്പോഴും രൗദ്രഭാവത്തിൽ എന്നെ കൊല്ലും എന്ന രീതിയിൽ കടന്നു വരുന്ന ആൾക്കാരെ മുഴുവൻ ഞാൻ കേട്ട് കഴിഞ്ഞ് അവസാനം എനിക്ക് പറ്റാത്തതാണ്, ഞാൻ സോറി, ഇതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും അവർ കാമായിട്ട് പോവാറുണ്ട്. അതിൽ നമ്മൾ വല്ലാതെ ബലം പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ? അല്ല, പലപ്പോഴും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചൊരു ബലം പിടിച്ചിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. മാഡത്തിന്റെ ചിരി തന്നെയാണ് അതിന്റെ രഹസ്യം എന്നുള്ളതാണ് മാഡം വെളിപ്പെടുത്തിയത്. എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാർ ഇവിടെ വന്ന് ചെവിയിൽ കുറച്ച് സ്വകാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് എന്തോ ഒരു ആവശ്യം നമ്മളെ കൊണ്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് മുന്നോട്ടിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നമ്മുടെ നാസർ സാറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നാസർ സാർ UK ജോലി ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ മാസത്തിൽ ഒരു 5-10 ദിവസം ഇവിടെ തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ മിക്കവാറും സമയം ചെലവഴിക്കുന്നത് IPM-ലുമാണ്. കുടുംബത്തിലൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും ഇവിടെയാണ് മൂപ്പര് സമയം ചെലവഴിക്കാറുള്ളത്. പിന്നെ ഇടക്ക് ഭാര്യയൊക്കെ ഒന്ന് ഇവിടെ കൊടുന്ന് കാണിക്കുന്നതുകൊണ്ട് അതങ്ങനെ സോൾവ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ICU-നെ 100-300 സ്റ്റാഫുള്ള ഒരു ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, അതും ICU സ്റ്റാഫ്. മരണം എപ്പോഴും വേണമെങ്കിലും സംഭവിക്കുന്ന, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മരണമെങ്കിലും കാണുന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബാംഗങ്ങളും ഒരു പേഷ്യന്റും ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചാലഞ്ചസിലൂടെ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സാർ പഠിച്ചത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ എത്തിയിട്ടുള്ള ഒരു എന്താ പറയുക പൊസിഷനിൽ നിൽക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നമ്മളെ ഈ കമ്പാഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ അതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിൽ വരുന്ന സമയത്തുള്ള ആമുഖമായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? താങ്ക് യു സൈഫ്. ഇറ്റ്സ് നൈസ് ടു സീ ഓൾ ഓഫ് യു ആൻഡ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ 10-30 വർഷമായിട്ട് പുറത്താണ്. അതിൻ്റെ മുന്നേ കുറച്ച് കാലം സൗദിയിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം കാലിക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ ഒരു സൈഫ് പറഞ്ഞ പോലെ 300 സ്റ്റാഫ് ഉണ്ട്. ഒരു 25 ബെഡുള്ള ICU ആണ്. 1200-1300 പേഷ്യൻസിനെ ഒരു കൊല്ലം അഡ്മിറ്റ് ചെയ്യുന്നു. അത് നമ്മൾ എങ്ങനെ നോക്കിയാലും അതിലൊരു 300-350 ആൾക്കാർ മരിച്ചു പോകും. അപ്പോൾ ഏത് വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും 300-350 ആൾക്കാർ അതിൽ മരിച്ചു പോകും. അത് നമ്മൾ എന്ത് കെയർ കൊടുത്താലും അതിൽ തന്നെ ഒരു 70% ചിലപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കും, ഒരു 30% ഓൾഡ് ഏജിൽ പെട്ടവരുമായിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസം ഒരു മരണം കാണുന്ന സ്റ്റാഫാണ് എനിക്കുള്ളത് മുഴുവൻ. ചാർജ് എടുക്കാൻ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എത്ര എങ്ങാണെങ്കിലും ഡൈനാമിക് ആണെങ്കിലും ദ പ്രോബ്ലം ഈസ് വെരി കോംപ്ലക്സ്. നേരത്തെ സാറിന് പറഞ്ഞതുപോലെ തന്നെ സാർ ഒരാളേ ഉള്ളൂ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ദ ഡിമാൻഡ് ഈസ് ഹ്യൂജ്, അതുപോലെ തന്നെ ദി നീഡ് ഈസ് ഹ്യൂജ്. അപ്പൊ അവിടെ എങ്ങനെയാണ് സാർ ഈ ലിമിറ്റഡ് റിസോഴ്സസിന്റെ ഉള്ളിൽ ഇത്രയും ആളുകളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതെന്താണ് സാറിന്റെ ഒരു സ്ട്രാറ്റജി? എന്താണ് അത്തരത്തിലുള്ള ചില ഇഷ്യൂസ് വരുന്ന സമയത്ത്? സോ ഇതിൽ ആക്ച്വലി ഇത് എൻ്റെ ജോബിൽ ദ ബ്യൂട്ടി ഇസ് ഇൻ ദ പാർട്ട് ഓഫ് ദ വെറൈറ്റി. കാരണം നമുക്ക്
ഒരു മീറ്റിംഗ് ഉണ്ട് നാഷണൽ ഹൈവേയിലെ വേണ്ടിയാണ്, അടുത്ത മീറ്റിംഗ് നമുക്ക് മെഡിക്കൽ കോളേജിലെയാണ്, അടുത്ത മീറ്റിംഗ് നമ്മുടെ ലെറ്റ്സ് അസ്യൂം അവിടെ ഒരു PHC ഉണ്ട്, PHCയിലെ ആംബുലൻസ് അല്ലാതെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആർ ദെയർ. നൗ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ പേഴ്സൺ ഹു ഇസ് വർക്കിംഗ് ഇൻ ദ ഓഫീസ് ഇൻ ദ ഗവൺമെൻറ്, നമുക്കൊരു ബിഗർ പിക്ചർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് കാരണം ഒരു മീറ്റിങ്ങിൽ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മുടെ ലെറ്റ്സ് അസ്യൂം നാഷണൽ ഹൈവേ ഇപ്പോൾ വർക്ക് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. ഒരു കുറച്ച് വില്ലേജ് ഏരിയയിൽ 200 ഫാമിലിയിൽ വേണ്ടി അവർക്ക് ഒരു അണ്ടർ പാസ് വേണം. സിമ്പിൾ പ്രോബ്ലം. നമുക്ക് നാഷണൽ ഹൈവേയിലെ ആൾ ഒരു സൈഡുണ്ട്, നമുക്ക് പബ്ലിക് ഒരു സൈഡുണ്ട്. നൗ ഐ ഹാവ് ടു ടേക്ക് എ ഒബ്ജക്റ്റീവ് ഡിസിഷൻ ഇൻ ദിസ്. ഒബ്ജക്റ്റീവ് എങ്ങനെയാണ് അവർ പറഞ്ഞു. ആൻഡ് I feel bad also for doing that. ഒരു മീറ്റിംഗിൽ ഒരു ആൾ പറഞ്ഞു കി സർ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു എക്സ്ട്രാ 2 കിലോമീറ്റർ പോകേണ്ടി വരും. ഒരു earlier we used to go directly to the hospital just in front, because the highway is cutting down the entire roads, alle. So they were saying that when അവർ പറഞ്ഞു സർ ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ, pregnant woman ഉണ്ടെങ്കിൽ, then I got little angry at that point of time that see നിങ്ങൾ സ്പെഷ്യൽ അല്ലേ, നമുക്ക് എല്ലാ കേരളയിലും അങ്ങനെ പ്രശ്നമുണ്ടാവും. And this highway is for you to make sure that ningle patients നേരിട്ട് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് പോകാൻ പറ്റും. That is the reason why highway is being made. That ഇപ്പം വടകര to മെഡിക്കൽ കോളേജിൽ at least 1.5 hours വേണം അല്ലേ. With the highway you can come in half an hour. അതാണ് ആവശ്യം. അല്ലെങ്കിൽ you want to transport. Now there is nothing right in this case അല്ലേ. അവർക്ക് പോയിന്റ് കറക്റ്റ് ആണ് സർ, നമുക്ക് അതൊരു ഇറ്റ് വാസ് എ സ്ലൈറ്റ്ലി കോംപ്ലെക്സ് പ്രോബ്ലം. അവർ പറഞ്ഞത് സർ നമുക്ക് പാൽ എടുക്കാൻ വേണ്ടി വിൽ ഹാവ് ടു ട്രാവൽ 1 kilometer എക്സ്ട്രാ എവറി ഡേ, വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു 1,000 rupees എവറി ഡേ ഇൻ ദ സ്കൂട്ടി പെട്രോൾ. കറക്റ്റ് ആണ്, ലോജിക്കൽ പോയിന്റ്. നൗ ഐ ഹാവ് ടു സേ യെസ് ടു ദാറ്റ്. ഐ കാൺട്ട് റിയലി കൗണ്ടർ ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു സി നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്. ഇഫ് യു വോണ്ട് ടു ബിൽഡ് എൻ അണ്ടർ പാസ് ഇറ്റ് റിക്വയർസ് 20 more crores ഫ്രം ദ ഗവൺമെന്റ്. 20 crores നമ്മുടെ പൈസ ആണല്ലേ, പബ്ലിക്കിൻ്റെ പൈസ ആണ്, ടാക്സ് പേയേഴ്സ് മണി. നൗ when we are discussing these kind of problems, when we are discussing ki sir avade covid കാര്യങ്ങൾ ഞാൻ പറയാൻ പറ്റില്ല, കാരണം that was a very extreme time ആണ്. Normal cases le it is all about understanding the bigger picture, that what is, and there will always be winners and losers. ഒരു എല്ലാ കേസിലും അങ്ങനെ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറയാം, ബീച്ച് ഹോസ്പിറ്റലിൽ if we fund 1 crore rupees for constructing a new ward, let's assume that അത് there will be winners in terms of ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും, പക്ഷേ maybe there will be some damage in some other department. You'll be cutting down resources in somewhere else. It will always this case. So as an officer we have to be little more be aware of what is the bigger picture, so that decisions that are taken are the best possible decision. Right decision, wrong decision അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും ഇൻഫർമേഷന് വേണ്ടി പറയാം ദാറ്റ് നമുക്ക് കമ്പാഷനേറ്റ് ഒരു അഡ്മിനിസ്ട്രേഷനിൽ വി ആർ ഡിസ്കസിങ് എൻ്റെ ലെവൽ നമ്മളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തേണ്ടാവും. എന്നിട്ട് സോ മെനി പ്രോബ്ലംസ് ആർ അവസാനം ഓഫീസിൽ ഫോറിൻ കൺട്രീസ് തോന്നുന്നതാണ്. ബീച്ച് ഹൗസിലും if you are coming to the hospital won't call you till your next duty starts. അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ട്, ആ നാടിന്റെ പ്രശ്നം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. ചോദ്യം 1. ചോദ്യം 2, ആ റോഡിനൊരു ചരിത്രമുണ്ട്, അത് സാറ് പഠിക്കണം. അവിടുത്തെ പ്രദേശത്തെ വ്യക്തികളെ സാറ് പഠിക്കണം. 120-ലധികം പോലീസുകാരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം. എന്നെപ്പോലുള്ള നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പാലക്കാട് ഇന്നലെ വന്നത് അവിടേക്ക്. ഈ നിമിഷം വരെ സർവീസ് നടക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ സർവീസ് നടക്കുന്ന
കഴിഞ്ഞ സഹകരണം നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, അതുകൊണ്ട് പറയാം. താങ്ക് യു സർ. സോ ഇത് രണ്ട് പാർട്ടാണ്. ഫസ്റ്റ് സി ഏത് പ്രോബ്ലം ആണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താ, ഒരു ബെനിഫിറ്ററാണ്, ഒരു ലൂസറാണ്, ഗെയിനർ ആൻഡ് ലൂസർ. നൗ പ്രശ്നം അറിയോ, നമുക്ക് സൈഡിൽ ഇഫ് I think everyone of on stage can probably get this. നമുക്ക് ഇത് പേടിയുണ്ട്, ഓക്കെ ഫൈൻ. And when you're meeting thousands such people, you become objective. You lose subjectivity. അതൊരു ജനറൽ ഹ്യൂമൻ ടെൻഡൻസി ആണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് എൻ്റെ വർക്കാണ്, ഇത് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല. That is first thing. So whenever I'm understanding any issue, ഏത് ഇഷ്യൂ ആണെങ്കിൽ, നിങ്ങളെ ആ പർട്ടിക്കുലർ റോഡിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ, I have to understand it objectively. കാരണം സബ്ജക്റ്റീവ് ഡിസിഷൻ ആണെങ്കിൽ എൻ്റെ ഇമോഷൻസ് വരും, അത് ശരിയല്ല. അറ്റ് മൈ ലെവൽ ബയസസ് വരും. ആൻഡ് എല്ലാ ഹ്യൂമൻ ബയസ്ഡ് ആണ്, അല്ലേ? വെരി ക്ലിയർ ആണ്. It could be biases due to religion, it could be biases due to your party, it could be biases because of my ethnicity, whatever. Other biasness varum. So adana first thing. So whenever any issue that I have to understand, it has to be an objective decision. Regarding your second question, nanu politician alla. Adu njan aa meeting le paranju ki politician um officially oru major vyathyasam undu. It's a very big difference. I am a public servant. Whatever the top leadership tells me, I have to do it. Please understand this very clearly. Pakshe, until level, it creates a sense of responsibility at higher level. Karanam, if I say collector level oru value undu, if collector paranu oru underpass vena, then government at the top level also consider that decision much more seriously. They may do it, may not do it. Pakshe, at the end of the day, I have to take an objective decision. That's my job. Adana ente job. Ki ningalge 1000 apeksha varum. 1000 apekshale njan approve cheyam, ed apekshale njan reject cheya, ed basis lana, adana ente job. Now, if I'm supporting some people, I should be supporting everyone. If I'm not supporting anyone, I should not support anyone. Adana objectivity. Alle clear ana? And I am saying this again, I should not say it, Karnavi Shule, or right or wrong decision illa. Actually, I'm not shying away in saying that yes, people will lose out. People will lose out in certain pieces, certain or area, like elements, correct ana. Our loss ana. പക്ഷേ ഏത് ഗെയിൻ ആണ് ഫ്യൂച്ചറിൽ എത്ര ഒരു എയർപോർട്ടിൽ വേണ്ടി, ഫോർ എക്സാമ്പിൾ, ഓഫ് കോഴ്സ് ലോക്കൽ ആളുടെ ഭൂമി പോയി, എയർപോർട്ട് വന്നു, എയർപോർട്ടിൽ നേരിട്ട് അവിടെ ഗെയിൻ ഉണ്ടോ? ഇല്ല. ഡോക്ടേഴ്സിന്റെ കയ്യിലുണ്ട്. വാക്സിനേഷൻ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ഇസ് ഇറ്റ് കോൾഡ്, ഒരു പോസിറ്റീവ് സോഷ്യൽ total net positive social gain.
അതിലേക്ക് വന്ന് നമുക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ആദ്യം ഉള്ളിലേക്ക് വരുന്നത് ഇമോഷൻസ് ആൻഡ് ആ ഒബ്ജക്ടിവിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ മദറിനൊരു ആക്സിഡൻറ്റ് പറ്റി. ഷി വാസ് അഡ്മിറ്റഡ് ഇൻ ICU. ഷി വാസ് പെർഫെക്റ്റ് ഓൾ റൈറ്റ് ടിൽ ഷി വെൻറ്റ് ടു ICU. വേറെ വീട്ടു വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ICUവിൽ കയറിയ ഉടനെ അവരുടെ സ്വഭാവം മാറി. മീൻസ് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ബ്ലാബറിങ് അതായത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. പല ഘട്ടങ്ങളിൽ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു, തെയ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഒരു സംബന്ധമില്ല. മക്കളെപ്പോലും ചില സമയത്ത് തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം കൊണ്ട്. അത് എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷൻ കൊണ്ടാണോ എന്നായിരുന്നു എൻ്റെ ഒരു സംശയം. ഇതൊരു കോമൺ എൻറ്റിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ICU ഡെലീറിയം, അതായത് പ്രായം ആയ ഒരാളുടെ 70% ഓഫ് ആ തരത്തിലുള്ള ആൾക്കാർക്ക് ICU ഡെലീറിയം വരും. ഒരു 50% ആൾക്കാർക്ക് ഈ ഹോസ്പിറ്റലിൽ പോയാൽ മതി ഡെലീറിയം വരും. കാരണം അവർ സ്ഥിരമായിട്ട് ചെലവഴിക്കുന്ന സ്ഥലം വ്യത്യാസം വന്നു, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ വ്യത്യാസം വന്നു. കുറച്ച് പ്രായമായ ആൾക്കാരുടെ ബ്രെയിൻ എപ്പോഴും വളരെ ഫ്ലക്ച്വൻ്റാണ്. അതുകൊണ്ട് അവർക്ക് ICU ഡെലീറിയം എന്നുള്ള ഒരു സിസ്റ്റം ഒരു പ്രോബ്ലമാണത്. അത് മാനേജ് ചെയ്യാൻ ശരിക്കും ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ICU ടീം വേണം. ആ ടീമിൻ്റെ കൂടെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ബിസിനസ് ഓൾസോ. കാരണം ICUവിൽ തന്നെ നമ്മൾ ഡേ ലൈറ്റ് കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് വന്നു പോകാനുള്ള സൗകര്യം വേണം. ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ആൾക്കാർ, അവർ സംസാരിക്കണം. പിന്നെ നമ്മളിവിടുത്തെ ഒരു ICUവിൻ്റെ പ്രശ്നം വെച്ചാൽ 3 പേഷ്യൻറ്റിനെ നോക്കുന്നത് ഒരു നേഴ്സായിരിക്കും. അങ്ങനെയുള്ള നേഴ്സിന് അധിക സമയോടെ സംസാരിക്കാനോ ഈ പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഇൻറ്റുബേറ്റഡ് അല്ല, വെൻറ്റിലേറ്റഡ് അല്ല, അണ്ടർ അനസ്തറ്റിക് അല്ലെങ്കിൽ ഒരു അവേക്കായിട്ടുള്ള ഒരാളായിട്ടാണെങ്കിൽ നേഴ്സിംഗ് ടൈം ഇത്തിരി സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് വീട്ടിലെ കാര്യമായാലും മറ്റേതായാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്കത് പ്രോത്സാഹിപ്പിക്കണം. നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവർക്ക് നടക്കാനുള്ള സൗകര്യം ചെയ്യണം. അങ്ങനെ ഈ ICU ഡെലീറിയം പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ICUകളിൽ പോലും അതിനുള്ള സൗകര്യം ഇല്ല എന്ന് ഞാൻ കേട്ടതൊക്കെ. അമൃതയിൽ പോലും 2 പേഷ്യൻ്റെയാണ് ഒരു നേഴ്സ് നോക്കുന്ന സമയങ്ങളുണ്ടായതെന്നാണ് പറഞ്ഞ് കേട്ടത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഉള്ള സിറ്റുവേഷനിലാണ് ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഡെലീറിയം ഡെവലപ്പ് ചെയ്യുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം, പോസിറ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, അതിനുള്ള റിസോഴ്സസ് ഉണ്ടാവണം. നമ്മളെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അവസാനമായിട്ടുള്ള ചോദ്യം? ഇവിടെ സുധാ മേഡത്തിന് മൈക്ക്. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ സുധ, ഇവിടെ ഡെൻ്റൽ കോളേജിൽ ഓർത്തോപെത്തോളജി ഹെഡാണ്. 27 വർഷമായിട്ട് ഗവൺമെൻറ് സർവീസിലുള്ള വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും നമ്മളിപ്പോൾ ഈ കമ്പാഷനേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും അതിന് പല കാരണങ്ങൾ കൊണ്ട് ബലിയാടാവപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. പിന്നെ എന്തിന് ഈ കമ്പാഷൻ ഇതിൻ്റെ അകത്ത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സ്പൈക്സ് ക്രൈറ്റീരിയ ഉണ്ട്, നമുക്ക് ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇങ്ങനെ റൂളുണ്ടോ, ഇങ്ങനെ റെഗുലേഷൻ്റെ അകത്തുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം. താങ്ക് യു ഫോർ ലിസണിങ്. എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ അതിനോട്? ആശ മാഡം. അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന മേഡം സ്റ്റാഫിൻ്റെ അടുത്താണോ, പബ്ലിക്കിൻ്റെ അടുത്തോ? സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെയാണ് ശരിക്കും. അതാണ് സ്റ്റാഫായിരിക്കും മിക്കവാറും അത് ചോദ്യം റേസ് ചെയ്യാറുള്ളത്. സത്യമാണത്. ഞാൻ നേരിട്ടുള്ള ചോദ്യം ആണത്, എവിടെയാണ് റൂൾ ഉള്ളത് എന്നുള്ളത്. പലപ്പോഴും അത് 2 തലത്തിലും തട്ടാതെ കാര്യം ചെയ്യാനേ പറ്റാറുള്ളൂ. അപ്പോൾ സൈഫ് നേരത്തെ ചോദിച്ച പോലെ എന്നോട് പറയാറുണ്ട്, ചിരിച്ചുകൊണ്ട് കൊല്ലുകയാണോ എന്ന് ചോദിക്കാറുണ്ട്.
അത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഇന്നൊരു സംഭവം ഉണ്ടാച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സ്റ്റാഫ് ഷോർട്ടേജാണ്. അപ്പോൾ വെക്കേഷൻ എക്സാം ടൈമാണ്, എല്ലാവരും ലീവ് ലെറ്ററും കൊണ്ട് വരികയാണ് എല്ലാവരും. അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് ആണെങ്കിൽ ഫോർവേഡ് വിട്ടുക. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇറ്റ്സ് എ കമ്പൈൻഡ്. ഞാൻ ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റി നോ പറയില്ല. നിങ്ങൾ നോ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾ എസ് പറഞ്ഞാൽ ലീവ് സെഷൻ ചെയ്യും. അതാണ് ഞാൻ നഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോ ആണെങ്കിൽ ഞാൻ നോ പറയും, നിങ്ങൾ എസ് പറയുകയാണെങ്കിൽ ഞാൻ ലീവ് കൊടുക്കും, പക്ഷെ ഒറ്റയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കില്ല പറഞ്ഞു. ഡോക്ടർ ആശ ഇപ്പൊ പ്യൂർ ഒഫീഷ്യലായി. കാരണം ഇത് സ്റ്റാൻഡേർഡ് റിപ്ലൈ ആണ്. സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജി ലോജിക്കൽ സ്ട്രാറ്റജിയാണ്. കാരണം നമ്മുടെ ഇത് ഡിസിഷൻ നമ്മുടെ അല്ല, ആക്ച്വലി അവരുടെ സ്റ്റാഫാണ്, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ സ്റ്റാഫാണ്. ഷീ ഹാസ് ടു ഓപ്റ്റിമൈസ് എത്ര ആളിലേക്ക് നമുക്ക് ലീവ് ആണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാഡമിന്റെ ഡിസിഷൻ അല്ല ആക്ച്വലി. ആൻഡ് നഴ്സിംഗ് സ്റ്റേഷൻ ഷുഡ് ബി അവർ അക്കൗണ്ടബിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു തഹസിൽദാറിന്റെ ലീവ് ആണെങ്കിൽ, ഒരു വില്ലേജ് ഓഫീസർ ലീവ് ആണെങ്കിൽ ഞാൻ ചോദിക്കാം അവർക്ക്, ഇത് 2 ദിവസത്തിലെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഫൈൻ. വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷേ നമുക്ക് സിസ്റ്റം റൺ ചെയ്യണം അല്ലേ, ദാറ്റ് ഇസ് ദ ഓൺലി കൺസേൺ. അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നത് ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഇതിൽ നിന്ന് കിട്ടിയ ഒരു ടേക്ക് അവേ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും കയറി ഡിസിഷൻ എടുക്കുകയും വേണ്ട എന്നുള്ളതാണ്. അല്ല, ഡിസിഷൻ എടുക്കാണ്ടിരിക്കാൻ പറ്റാം. നമ്മളെ മുന്നിൽ ഒരു ഫയല് അല്ലെ, നമ്മളൊരാൾ വന്നാൽ വി ഹാവ് ടു സേ സംതിങ്. അതാണ് മേ ബി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു ഡിസിഷൻ മേക്കിംഗ് rather than we taking us. ഓക്കെ, എനിക്ക് തോന്നുന്നു പാട്ടും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വേറെ അവസാനമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? അല്ല, ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്. നമ്മൾ കുറച്ച് ലേറ്റായി തുടങ്ങാൻ, അത് കാരണം തന്നെ നമുക്ക് എന്നാലും നമുക്കൊരു ഏകദേശം ഒരു 1 hour സമയം നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് പ്രത്യേകിച്ച് കളക്ടറും മാഡവും സാറും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വെരി ബിഗ് താങ്ക്സ് ആൻഡ് പ്ലീസ് ബി വിത്ത് അസ്. ക്യൂരോസിനോടായാലും പാലിയേറ്റീവ് കെയറിനോടായാലും IPMന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഓൾസോ എ ബിഗ് താങ്ക് യു ടു ദ ഓഡിയൻസ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്ക് ചെറിയൊരു IPMന്റെ ഒരു സ്നേഹോപ